VS ഈ രണ്ടക്ഷരം ജനഹൃദയങ്ങളിൽ സൂര്യ തേജസ്സോടെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ VS ജീവിച്ച ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീടിന്റെ ചുറ്റുമതിലിൽ VS അച്യുതാനന്ദന്റെ സമരജീവിതം ചിത്രീകരിക്കുകയാണ് ഒരു കൂട്ടം ചിത്രകാരന്മാർ. VSന്റെ സമര പോരാട്ടങ്ങൾ, കാലഘട്ടങ്ങളുടെ തനിമ ചോരാതെയുള്ള ചിത്രങ്ങൾ കാണാൻ നിരവധി പേരാണ് ഈ വിപ്ലവ സൂര്യന്റെ തറവാട് വീട്ടിൽ എത്തുന്നത്. നേതൃത്വത്തിൽ VSന്റെ ജീവിതരേഖ എന്ന തലക്കെട്ടോടുകൂടി ഒരു ചുമർ ചിത്ര രചനാ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. അതിൽ അക്കാദമി സെലക്ട് ചെയ്ത 5 കലാകാരർ ആണ് ചിത്രീകരണം നടത്തിയിട്ടുള്ളത്. VSന്റെ സമര പോർമുഖങ്ങൾ വളരെ സംഭവബഹുലമായ കുറേ അനർഘ നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ എനർജറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമേജുകൾ അത് വളരെ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്താണ് നമ്മൾ ചുവരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ VS നമ്മോടൊപ്പം ഇല്ലെങ്കിൽ പോലും ഈ മതിലുകൾ VSന് നമ്മോടൊപ്പം ചേർത്ത് നിർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ആ എനർജി എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ശരിക്കും ആവാഹിച്ച് കൊണ്ട് ഞങ്ങളെ ചിത്രകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ എനർജി ശരിക്കും പകർന്ന് കിട്ടി. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ചിത്രങ്ങളെല്ലാം ഇത്രയും മനോഹരമാക്കാനും ആ എനർജി പ്രസരിപ്പിക്കുന്ന ചിത്രങ്ങളാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ വർക്കുകൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ശരിയായിട്ടുള്ള തലത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രേക്ഷകരുടെ പ്രതികരണം നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ VSന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള സമര മുഖങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള സമര പോരാട്ടങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആഴത്തിൽ പതിഞ്ഞവയാണ്. VSന്റെ വിയോഗത്തിന് ശേഷം ആദ്യമായി വരുന്ന ജന്മദിനമാണ്, 102ാമത്തെ ജന്മദിനം. അപ്പോൾ ആ ജന്മദിന സ്മരണയ്ക്ക് വേണ്ടി കേരള ലളിതകലാ അക്കാദമിയും പുരോഗമന കലാസാഹിത്യ സംഘവും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് VS ജീവിതരേഖ ചുവർചിത്ര ക്യാമ്പെന്നാണ് ഈ ലളിതകലാ അക്കാദമി ഇതിന് പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. 5 ചിത്രകാരന്മാരെയാണ് ലളിതകലാ അക്കാദമി തീരുമാനിച്ചു തന്നത്. ഒന്ന് ഞാൻ, ഉദയൻ പാടയ്ക്കൽ, M ഹുസൈൻ, സജിത്ത് പനക്കൻ, കാവ്യ S നാഥ്, പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരു നിവിൻ ദാസ്. അങ്ങനെ 5 ചിത്രകാരന്മാരാണ്. 10 കള്ളിയാണ്, 10 പ്രതലമാണ് നമുക്കുള്ളത്. അത് 10 പ്രതലത്തിലും ആവശ്യമായ ചിത്രങ്ങൾ ലളിതകലാ അക്കാദമിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും പ്രത്യേകിച്ച് മകൻ ആയിട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. ഈ VSന്റെ 2 കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ചിത്രങ്ങളാണ്. ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉള്ള സമയത്ത്, കളർ ഫോട്ടോ വരുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ, AKGയും EMSഉം അഴീക്കോട് രാഘവനും EK നായനാരും ഒക്കെ ഇവിടെ ചേർന്നുകൊണ്ടെന്നുള്ള ഒരു സമരമുഖത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ പ്രതിഷേധ യോഗങ്ങളും ചില സമരങ്ങളും അതുമൊക്കെ പഴയകാല ഓർമ്മകൾ നമുക്ക് വല്ലാത്തൊരു ആവേശം പകരുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വളരെ തീരുമാനിച്ച രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ശൈലിയിൽ പോപ്പ് ആർട്ട് രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇവിടെ എല്ലാം നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 ദിവസമാണ് ലളിതകലാ അക്കാദമി ക്യാമ്പ് നമുക്ക് തന്നത്. 14, 15, 16 തീയതികളിലാണ്. പക്ഷെ ഒരു ദിവസം VSന്റെ സഹോദരി മരിച്ച ആ ഒരു ആദര സൂചകമായി ഞങ്ങളാരും വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് അത് തന്നെയല്ല, ഇത് പെട്ടെന്ന് നമുക്ക് ഒരു സൂക്ഷ്മമായി ചെയ്യേണ്ട വർക്കുകളാണ്.
പെട്ടെന്നൊരു സാധാരണ പെയിന്റിങ് പോലെ നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റില്ല. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സമയം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടെ നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രവർത്തനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്.